അൽ ജസീറയും അതേപോലെ തന്നെ ഈ BBC-ക്കകത്ത് കയറിക്കൂടിയിരിക്കുന്ന സുഡാപ്പികൾ ഈ ചാനലിനെ അങ്ങ് പൂർണ്ണമായിട്ടും ഒരു വർഗീയവൽക്കരിച്ച് ഒരു ഹമാസ് മത തീവ്രവാദ ലൈനിലോട്ടും ഭീകരവാദി ലൈനിലോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ BBC-യെ പറ്റി ഞാൻ പറഞ്ഞിട്ട് ഏകദേശം ഒരു 10-20 ദിവസം പോലും ആയിട്ടില്ല. അപ്പം അതിനിടയ്ക്കാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അതിരൂക്ഷമായ രീതിയിൽ BBC-ക്കകത്ത് അടിയായി. അപ്പം BBC-യുടെ ചില റിപ്പോർട്ടുകളുണ്ട്. ടെലഗ്രാഫ് എന്ന് പറഞ്ഞ UK പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ BBC-യിൽ ഒരു ഡോക്യുമെൻ്ററി സാങ്ഷനായി കഴിഞ്ഞാൽ, കാരണം ഇത്രയും പണം ഏകദേശം 4 കോടി രൂപ അധികം പണം ചിലവാക്കിയെടുക്കുന്ന ഒരു പ്രോജക്റ്റാണ്. അപ്പം ആദ്യം ഇതിൻ്റെ ഒരു പോസ്റ്റ് സ്ക്രിപ്റ്റും പ്രീ സ്ക്രിപ്റ്റും ഒക്കെ സംഭവമുണ്ട്. അപ്പം ആദ്യം പ്രീ സ്ക്രിപ്റ്റ് സബ്മിറ്റ് ചെയ്യണം. അത് ന്യൂസ് റൂമിനകത്ത് പോകണം. ന്യൂസ് റൂമിനകത്തൊരു ഹെഡ് ഉണ്ടോ, അവർ ക്ലിയർ ചെയ്ത ശേഷമാണ് അതിൻ്റെ പോസ്റ്റ് സ്ക്രിപ്റ്റിലോട്ട് പോകുന്നത്. പിന്നെ അവിടെ വെച്ചിത് ഷൂട്ട് ചെയ്യുന്നു. ഇത് വലിയൊരു സിനിമ ഷൂട്ടിങ് പോലെയാണ് ഈ സംഭവം. അപ്പം ഇതിനകത്തെ ക്ലാരിറ്റി എന്ന് പറയുന്നത് ആ സിറ്റി ഈസ് സെയിം ഗ്രൗണ്ട് റിയാലിറ്റി നടക്കുന്ന പോലെ ചെയ്യണമെന്ന്. പക്ഷെ ഒരിക്കലും അത് റീക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലാവരുത്. അതായത് കള്ളത്തരങ്ങളും സ്റ്റോറികളും ഉണ്ടാക്കരുത്. ഇതിനകത്ത് മുഴുവനും കള്ളത്തരങ്ങളും കപടതകളും മാത്രം ഉണ്ടാക്കി ഈ ഡോക്യുമെൻ്ററി അങ്ങ് ഉണ്ടാക്കി.